ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ എൻ്റെ ചാർധാം യാത്രയിൽ ഇപ്പോൾ കേദാർ ട്രിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഗൗരികുണ്ടിൽ നിന്ന് കേദാറിലേക്കുള്ള ട്രെക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം എൻ്റെ അനുഭവം അതുപോലെ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഒരു റിവ്യൂ ഇത്ര മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് ഞാൻ പറയാതെ, യാത്രയിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. കാരണം അറിയാത്ത സ്ഥലത്ത്, ഭാഷ അറിയാത്തടത്ത് കേദാർനാഥ് എന്നുള്ളത് മാത്രം കേട്ട് റിവ്യൂ കണ്ട് അങ്ങനെയുള്ളിടത്ത് ഉത്തരാഖണ്ഡ് ഫുൾ പർവ്വതനിരകളാണ് എന്നുള്ളതും മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ദിവസങ്ങൾ മൗണ്ടെയിൻ ട്രിപ്പ് നടത്തി, കുറേ ദിവസങ്ങളായിട്ട് യാത്ര ചെയ്ത്, അതിൽ 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അതിൽ ഈ കഴിഞ്ഞ ഒരു ദിവസം ഫുൾ ഫുഡില്ല. അതിൽ ഈ ഒരു ദിവസത്തിൽ ഒരൊറ്റ നേരം മാത്രമാണ് യൂറിൻ പാസ് ചെയ്യാൻ പറ്റിയത്. ആ ഒരു ദിവസത്തിൽ ഒരിത്തിരി ചായയും ഒരു മുറി ബന്ന് മാത്രമാണ് ആഹാരം. അതുകൊണ്ട് ഇത്രയും നേരം ഇത് അതിജീവിച്ച് ഇനി അങ്ങോട്ടും ഞങ്ങളുടെ ട്രെക്കിംഗ് ആരംഭിച്ചിരിക്കുക. ഇനി തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ആ അനുഭവം ഞാൻ അതുപോലെ പറയാണ്. കുറേ പേർക്ക് വിചാരിക്കും ഇത്രയും കഷ്ടപ്പാടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ, അല്ലെങ്കിൽ വേറെ ഒരു പറയുന്ന പോലെയല്ലല്ലോ ഇവർ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ പലവരുടെ അനുഭവം പലതാണല്ലോ. ഞാൻ നടത്തിയത് മെയ് മാസത്തെ യാത്രയാണ്. അതിൽ ഫുൾ ഞാൻ എനിക്ക് നടന്ന് കയറാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. പക്ഷേ നടന്ന് കയറി നടന്നിറങ്ങി വന്ന ആ എൻ്റെ അനുഭവമാണ് ഞാൻ അതുപോലെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. സോ ഞങ്ങൾ 3 പേര് ഞാൻ പറഞ്ഞു. അതിലൊരു ചേച്ചിക്ക് കയറാൻ പറ്റിയില്ല. അവരുടെ ബാഗും എൻ്റെ കയ്യിൽ പെട്ടു. 100 പേരിൽ വലിയൊരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയിട്ട് ഇപ്പം ഞങ്ങൾ 2 പേര് മാത്രമായിട്ട് ഈ രാത്രി 10-11 മണിക്ക് ഞങ്ങളുടെ യാത്ര അങ്ങ് ആരംഭിച്ചു. വടി കുത്തി എനിക്ക് ഈ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നാമത് എൻ്റെ ബാഗ് എനിക്ക് വെയിറ്റായി. അപ്പോൾ കൂടെയുള്ള ചേച്ചിയുടെ ബാഗ്, എൻ്റെ ബാഗിലാണെങ്കിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. എങ്കിൽ പോലും എനിക്കത് വലിയൊരു ചുമടായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഈ യാത്രയിൽ കയ്യിലൊരു സൂചിപ്പിന്നുണ്ടെങ്കിൽ, ഒരു മൊട്ടുസൂചി ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് വെയിറ്റ് ആകുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ സാധാരണ ഡ്രസ്സ് ഇടുന്നതിനേക്കാളും നമ്മൾ എക്സ്ട്രാ ഓരോ ജോഡി ഡ്രസ്സെല്ലാം അങ്ങ് തല്ലിക്കയറ്റി അതുകൂടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വെയിറ്റാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ചെറിയ ബാഗ്. പിന്നെ അതല്ലാതെ വേറെ ചേച്ചിയുടെ ബാഗും എൻ്റെ കയ്യിൽ ഉണ്ട്. പിന്നെ ഏതോ ഒരു നിമിഷത്തിൽ എനിക്ക് തോന്നി അവർക്ക് നടക്കാൻ പറ്റുന്നില്ല ബാഗ് തൂക്കിയിട്ട് എന്ന് പറഞ്ഞ്, ചേച്ചി നടക്കുക എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങിയ നിമിഷത്തിന് എനിക്ക് തന്നെ ഒരുപാട് എന്താ പറയുക, ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടായ ഒരു നിമിഷം കൂടിയാണ്. കാരണം ഇതെല്ലാം വെയിറ്റ് കൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ. എൻ്റെ ബാഗ് എനിക്കൊരു 5 കിലോ വെയിറ്റ് തോന്നുകയാണെങ്കിൽ ആ ചേച്ചിയുടെ ബാഗ് എനിക്കൊരു 10 കിലോ കരിങ്കല്ലിട്ട പോലെയാണ് തോന്നുന്നത്. അത്രയും വെയിറ്റ് ഉണ്ട് ബാഗിന്. അപ്പോൾ ഞാൻ ആ നടക്കുന്ന സമയത്ത് ആ ചേച്ചി ഗൗരികുണ്ടിൽ ഞങ്ങളുടെ ട്രിപ്പ് പാക്കേജ് ഏറ്റെടുത്ത അണ്ണാച്ചിയുടെ ഒപ്പം ഗൗരികുണ്ടിലാണ് അവരിരുന്നത്. ഞാൻ അതിനുശേഷം വിളിച്ചു ആ ചേട്ടൻ്റെ അടുത്ത്, അണ്ണാച്ചിയോട് സംസാരിച്ചു. നിങ്ങൾ ഒന്നും ഭയപ്പെട വേണ്ട, അവങ്ങൾക്ക് ഫുഡെല്ലാം വാങ്ങിക്കൊടുത്താച്ച്, റൂമെല്ലാം എടുത്താച്ച്, அவங்க சேஃபாக இருந்துட்டு இருக்கிறோம், நீங்கள் போயிட்டு வாங்க, விடியகால 4 மணிக்கு நாங்கள் டோலியில் வந்துடுவோம் എന്നെല്ലാം പറഞ്ഞപ്പോൾ ഹാവു ഈശ്വര, ഏതെങ്കിലും ഒരു വഴിക്ക് അവർ ഡോളിയിൽ വരുമ്പോൾ വേഗം വരും, ഞങ്ങളാണെങ്കിലും നടക്കുന്നവർ, ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മളവരെ കാണും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ തുടർന്ന് പോവുകയാണ്. പക്ഷേ ആ ചേച്ചിയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ അവരുടെ ബാഗ് തരുമ്പോൾ മൊബൈൽ, ചാർജർ, അവർക്ക് കഴിക്കേണ്ട നട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്, പിന്നെ പൈസ, പേസ്റ്റ്, ബ്രഷ്, അവരൊരു തോർത്ത്, അതുപോലെ പിന്നെന്താണ്, അവർക്ക് ഷുഗർ, BP, കൊളസ്ട്രോള്, തൈറോയിഡ്, അങ്ങനെ എന്തൊക്കെയോ ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ട്. ആ മെഡിസിൻ അങ്ങനെ അവർക്ക് അത്യാവശ്യം, വളരെ അത്യാവശ്യമായിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം ആ ബാഗിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കൊണ്ടാണ് ഇത്രയും ബാഗിന് വെയിറ്റ് വന്നിട്ടുള്ളത്. അന്നത്തെ ഡേ ഞങ്ങൾ വെള്ളിയാഴ്ച 5 മണിക്ക് 4 മണിക്ക് ബസ്സിൽ കയറി. അന്ന് മുതൽ മരുന്ന് കഴിച്ചിട്ടില്ല. അവർക്ക് കോൾഡ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ കേദാർ ട്രിപ്പിലേക്ക് വേണ്ട, നമ്മൾ ട്രെക്കിങ്ങിന് വേണ്ടുന്ന നമ്മൾ കുറേ മെഡിസിൻസ് ഒക്കെ കരുതുന്നുണ്ട്. നമുക്ക് തല കറങ്ങിയാലോ, അല്ലെങ്കിൽ ഛർദ്ദിച്ചാലോ, അല്ലെങ്കിൽ ലൂസ് മോഷൻ ആയാലോ, അല്ലെങ്കിൽ പനി ജലദോഷം വന്നാലോ, അല്ലെങ്കിൽ ഗ്യാസ് വന്നാലോ, അല്ലെങ്കിൽ നമുക്ക് ബോഡി പെയിൻ അങ്ങനെ എന്തെങ്കിലും വന്നാലോ, അങ്ങനെ മുറിവോ ചതവോ എന്തെങ്കിലും പറ്റിയാലോ, ഇതിനെല്ലാം നമ്മൾ മെഡിസിൻസ് കരുതിയിട്ട് വേണം നമ്മൾ ഈ യാത്രയ്ക്ക് പോകാൻ. അപ്പം അങ്ങനെ
അങ്ങനെ അവനവൻ്റെ ബാഗിൽ ഇത് കരുതിയിട്ടുണ്ട് ഓരോരുത്തരുടെ കയ്യിലും. കാരണം നമ്മൾ എങ്ങനെ ചങ്ങാതിമാരാണെന്ന് പറഞ്ഞാലും നമ്മൾ കൂട്ടം തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒറ്റപ്പെട്ടു പോയാൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വയം അതിന് പരിഹാരം കണ്ടെത്തി നമ്മുടെ യാത്ര മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ പിന്നോട്ട് പോവുകയാണെങ്കിലും നമ്മുടെ ആൾക്കാരെ കണ്ടെത്തണമെങ്കിലും നമുക്കതിൻ്റെതായ സെൽഫായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ കയ്യിൽ കരുതണം. എങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ആളുടെ കയ്യിലുണ്ട് നമ്മൾക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കലും ഈ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ അവനവൻ്റെ കയ്യിലുള്ള മെഡിസിനൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ആ ചേച്ചിയുടെ ബാഗ് എൻ്റെ കയ്യിൽ പെട്ടതുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഭാഷ അറിയാത്തയിടത്ത്, ഈ തിരക്കേറിയ ഇടത്ത് ഒരു അണ്ണാച്ചിയുണ്ട്, വേറൊന്നുമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. അതിപ്പോൾ ആരുടെ കയ്യിലും ഇല്ല, അത് വേറെ കാര്യം. പക്ഷേ ഒരു തോർത്തില്ല, ബ്രഷില്ല, പേസ്റ്റ് ഇല്ല, ഇതൊന്നും അവിടെ വാങ്ങാനും കിട്ടില്ല. പിന്നെ മെഡിസിൻ ഇല്ല, ഒന്ന് വിളിച്ചു പറയാൻ ആരെടുത്തുമില്ല, 5 കാശില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ചേച്ചിയുടെ മൈൻഡ് സെറ്റ് തിരിച്ചു വന്നതിന് ശേഷം അറിഞ്ഞവർ ഒരുപാട് പാനിക്കായി, ഒരുപാട് BP പ്രശ്നമായി, വയ്യാതായി, അങ്ങനെയൊക്കെ തിരിച്ചു വന്ന ശേഷമാണ് അറിയുന്നത്. പക്ഷെ എനിക്ക് ആ ബാഗ് കൊടുക്കാനും പറ്റിയില്ല, അവരെയൊട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ കണ്ടുമുട്ടുള്ളൂ. ഈ ഞങ്ങൾ അവരിൽ നിന്ന് വിട്ടപ്പോൾ ഇനി കാണുകയാണെങ്കിൽ 3ാമത്തെ ദിവസം മാത്രമേ കണ്ടുമുട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോകും. കാരണം എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, തിരിച്ചു വരാൻ പറ്റേണ്ട സമയമൊക്കെ കഴിഞ്ഞു. പോലീസുകാർ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഏതാണ്ട് കുറേ മുന്നിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ഒരു ബാത്റൂമൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊരു 3:30-4 മണിയാകുമ്പോൾ പകൽ ഒരു തവണ ബാത്റൂം പോയതാണ്. അത് ബാത്റൂം കണ്ടപ്പോൾ അവിടെ ഒന്ന് ബാത്റൂം പോയി. പിന്നെ പച്ചവെള്ളം കഴിച്ചിട്ടില്ല. അങ്ങനെ വടി കുത്തി ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കുറേ ദൂരം പോയപ്പോൾ ഒരു ചായക്കട കണ്ടു. അവിടെ ടെൻറ്റ് കെട്ടി ഇതുപോലത്തെ ചായക്കടകൾ കാണും. കുറച്ച് ചായ, ഒരു കോഫിയോ ചായയോ കൊടുക്കുക, അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കിട്ടും, അതല്ലെങ്കിൽ ഒരു ചപ്പാത്തി, അല്ലെങ്കിൽ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 രൂപ പാക്കറ്റിൻ്റെ നൂഡിൽസ്, ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ളതില്ലേ, അത് മാത്രമാണ് 20 രൂപയാണ്. അപ്പോൾ നമ്മൾ നൂഡിൽസ് വേണം പറഞ്ഞാൽ അവർ അതാണ് ഉണ്ടാക്കി തരുന്നത്. ഒരു കുഞ്ഞു പ്ലേറ്റിൽ ഇത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ അത് നമുക്ക് ഇത്ര കഴിക്കുന്ന രീതിയിലേ തോന്നുക, അത് കഴിച്ചാൽ മതി. അതുപോലെ ഒരു ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ 25 രൂപ അല്ലെങ്കിൽ 30 രൂപ അതുപോലെ ഉണ്ട്. ചായ 20 രൂപയാണ്, ഇത്രയേ ഉള്ളൂ. കോഫി ആണെങ്കിൽ 30 രൂപ, അതൊക്കെ ഇത്രയേ ഉള്ളൂ, മതി, അത്രയും മതി. നമുക്കൊരു ചെറിയ ചൂട് നമുക്ക് അങ്ങനെ അകത്ത് പോയാൽ മതി. പിന്നെ നമ്മൾ രാത്രിയാണ്, കൊടും തണുപ്പുണ്ട് രാത്രിക്ക്. നമ്മൾ ഇത്രയും എല്ലാം എന്താ പറയുക, ഡ്രസ്സുകൾ മേലെ ഇട്ട് എല്ലാം മൂടി, ഇത്രയ്ക്കൊക്കെ മൂടിയിട്ടാണ്, കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് നടക്കുന്നതെങ്കിലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം അങ്ങനെ ചൂടാവുന്നതുകൊണ്ട് നമുക്ക് അത്ര കൊടും തണുപ്പായിട്ട് തോന്നുന്നില്ല. അതേസമയം നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് തണുപ്പായിട്ട് തോന്നുകയും ചെയ്യും. പക്ഷെ നമ്മൾ അത്ര ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്കതൊന്നും തോന്നില്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് നടന്നു. ഒരു 2:30-3 മണിയാകുമ്പോൾ ഒരു കൽവട്ട് പോലെയുള്ള ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഇനി എനിക്കൊന്നും നടക്കാൻ വയ്യ, എവിടെയെങ്കിലും തിരിക്കണം. നമുക്ക് അങ്ങനെ കിടക്കാനുള്ളതൊന്നുമില്ല കേട്ടോ. ഒരു പെരുവഴിയാണെങ്കിൽ തന്നെയും കുറച്ചൊരു കല്ലോ എന്തെങ്കിലും അങ്ങനെ ഒരു സീറ്റ് പോലെ എന്തെങ്കിലും കണ്ട് അവിടെ ആരെങ്കിലുമൊക്കെ ചുരുണ്ട് മടങ്ങി കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾ കഷ്ടിച്ചിരിക്കേണ്ട അടുത്ത് തന്നെ ചിലപ്പോൾ 2 പേര് ഇങ്ങനെ ഞെരുങ്ങിയിരിക്കുന്നുണ്ടോ. അല്ലെങ്കിൽ പാറയിടുക്കുകളിൽ കുതിരനെ നിർത്തി, കുതിരക്കാരന്മാരായിരിക്കും കുതിരയെ നിർത്തി കുതിരൻ്റെ കാലിൻ്റെ താഴെ അങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എല്ലാവർക്കും ഒന്ന് കണ്ണടച്ചാൽ മതി എന്നല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ ഒരു നാണവും മാനവും ഇല്ലാതെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാം കല്ല് പതിപ്പിച്ച വഴികളാണ്, അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്താന്ന് പറഞ്ഞാൽ ആ ഒരു ഇടയിൽ ഒരു മഴ പെയ്തതും പിന്നെ കുതിരകൾ ഒരുപാട് വന്നു പോകുന്നതുകൊണ്ടും കുതിരച്ചാണകവും കുതിരമൂത്രവും മഴയും എല്ലാം കൂടെ നമ്മുടെ ഷൂ തന്നെ നനഞ്ഞ് കുതിർന്ന് അതിനകത്തിട്ട 2 സോക്സിലാണ് കാലിടുന്നത്. അതുപോലും ഇങ്ങനെ കുതിർന്നാ കിടക്കുന്നത്. വല്ല നിവൃത്തിയുണ്ടെങ്കിൽ അത് അഴിച്ച് വലിച്ചെറിഞ്ഞിട്ട് വേറെ 2 സോക്സ് ഇടാം. ഞാനാണെങ്കിൽ 2 ജോഡി സോക്സാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇനി എക്സ്ട്രാ ഉള്ളത് കയ്യിൽ 2 ജോഡിയുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മാത്രം ഈ സോക്സ് അഴിച്ച് ഷൂ പിന്നെ കളയാൻ പറ്റില്ല, അതൊന്നല്ലേ ഉള്ളൂ. സോക്സ് കളഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോയിട്ട് വരാനുണ്ട്. ഇനി എത്രയോ മഴകൾ കൊള്ളാനുണ്ട്, എത്രയോ തണുപ്പ് കൊള്ളാനുണ്ട്. തിരിച്ചെത്തുന്നവർക്ക് ചിലപ്പോൾ 2-3 ദിവസം എടുത്താൽ നമുക്കത് വേണമല്ലോ. അവിടെ പോയിട്ട് വാങ്ങാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഈ പരിസരത്ത് ഇപ്പോൾ പോകുമ്പോൾ ഇതൊന്നുമില്ല, ഭഗവാനെ വിളിച്ച് മാത്രം മുന്നോട്ട് പോകാമെന്നല്ലാതെ ഒരു മാർഗവുമില്ല. അപ്പോൾ ആ നനഞ്ഞു കുതിർന്ന കാലോടുകൂടി എവിടെ ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരു കൽവെട്ട് കണ്ടു. എനിക്കിനി 1 അടി നടക്കാൻ പറ്റില്ല. കുറേ സമയം അടുത്തത് കണ്ടാൽ ഇരിക്കുക, അടുത്തത് കണ്ടാൽ നമുക്ക് ഇരിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടും. എവിടെ ഷെൽട്ടർ കിട്ടാനാണ്?
ഈ ഈ ഹെയർ പിൻ വളവുകൾ പോലെയുള്ള ഇതുപോലത്തെ ഒരു വഴിയിൽ നമുക്ക് എവിടെ ഷെൽട്ടർ കിട്ടാനാണ്? എവിടെയുമില്ല. അങ്ങനെ പോകുന്നത്. അപ്പോൾ ആ കൽവട്ടിൽ ഇങ്ങനെ ഇരുന്നു ഒന്ന് ശ്വാസം വിട്ട് ബാഗുകളൊക്കെ അഴിച്ച് വടിയൊക്കെ ഒരിടത്ത് വെച്ച് ഒന്ന് ശ്വാസം വിട്ടിട്ട് ഇരിക്കുമ്പോൾ നേരെ മുന്നിൽ ഒരു ബോർഡ്, കേദാർനാഥ് 12 കിലോമീറ്ററിന്. അപ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആയി കാണാം. 12 കിലോമീറ്റർ. അപ്പോൾ ദൈവമേ, എത്രയോ കിലോമീറ്റർ നടന്നു വന്ന പോലെയുണ്ട്. ഇനി 12 കിലോമീറ്റർ നടക്കാന്ന് പറയുന്നത് ആലോചിച്ച് നോക്കൂ. ഇനി ഒരു 3 ദിവസം നടന്നാൽ പോലും അവിടെ എത്തില്ല. കാരണം നടക്കാൻ വയ്യ. നമ്മൾ ഓരോ അടി ഇങ്ങനെ ഒരു കാല് വെച്ചിട്ട് അടുത്ത കാല് ഇങ്ങനെ വെക്കുമ്പോഴേക്കും ഇതിങ്ങനെ കയറ്റുമല്ലേ, അപ്പോൾ നമുക്ക് ക്ഷീണിക്കണം, നമ്മുടെ ബോഡി നമുക്ക് പൊങ്ങുന്നില്ല. അപ്പം ഇനി 12 കിലോമീറ്റർ നടക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഈശ്വര എനിക്ക് വയ്യാന്നായി. അങ്ങനെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. പിന്നോട്ട് വന്നാൽ നമുക്ക് ആരുമില്ല. അതുകൊണ്ട് വീണ്ടും എണീച്ച് നടന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള തൊപ്പിക്കാർ, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ പതിയെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ പാവം അമ്മമാർ 65-70 വയസ്സായവരൊക്കെയാണ് അങ്ങനെ പ്രാഞ്ചി വടി കുത്തിയിട്ട് ഇങ്ങനെ തലയിലാണ്, അവർ ബാഗൊന്നും ബാക്കിൽ തൂക്കില്ല, തലയിലാണ് വെച്ചിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കാരണം വിട്ടാൽ അവർ വീഴും. അതുപോലെ അവരൊക്കെ അങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ ഇരിക്കുകയെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ അങ്ങനെ ആ അമ്മമാരെ പിടിച്ച് അമ്മ ഇവിടെ ഇരിക്കും, നമുക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പെട്ടല്ലോ ഇനി. കാരണം 4-5 പേരൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് വന്നവരായിരിക്കാം. എന്നിട്ട് നമ്മൾ ഈ പാക്കേജിൻ്റെ കൂടെ ഉള്ളവരായിരിക്കും. നമ്മൾ വീട്ടിൽ നിന്നോ അങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ടോ സ്വന്തത്തിലോ അങ്ങനെയൊക്കെ ആയിരിക്കും 3-4 പേര് ഗ്രൂപ്പായിട്ട് വരുമല്ലോ. അങ്ങനെ വന്നവരായിരിക്കാം. പക്ഷെ നടന്ന് അങ്ങനെ പോകുമ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലൊക്കെ പോകുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത്, എവിടെയെങ്കിലും നമ്മുടെ ആരെങ്കിലും തൊപ്പികൾ കാണും, അപ്പോൾ അവരോട് ജോയിൻ്റ് ആകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ അമ്മമാരെ പിടിച്ചിരുത്തിയപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇല്ല മോളെ, ഇരുന്നാൽ ഇനി എണീക്കാൻ പറ്റില്ല, തളർന്നു പോകും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും പോകുന്നത് വരയ്ക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരിയ്ക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളും എണീച്ച് നടന്നു. അപ്പോൾ എൻ്റെ ബാഗിൽ തൂക്കുന്ന ബാഗ് എൻ്റെ കൂടെയുള്ള ചേച്ചി വാങ്ങി. അവരുടെ ബാഗിൻ്റെ കൂടെ തന്നെ ഈ ബാഗും തൂക്കി. ഞാൻ വേറൊരു ചേച്ചിയുടെ ബാഗ് വാങ്ങി, ഈ സൈഡ് ഷോൾഡറിൽ ഇട്ടതിന്. നമ്മൾ പണ്ട് അതുപോലത്തെ ബാഗൊക്കെ ഇങ്ങനെ ബാക്കിൽ തൂക്കിയിട്ടില്ലേ, അതുപോലെ തൂക്കിയിട്ടിട്ടാണ് പിന്നീട് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തത്. അല്ലെങ്കിൽ ആ ഒരു ബാഗ് വെച്ചിട്ട് സൈഡ് തൂക്കിയിട്ട് നടക്കാൻ പറ്റില്ല, ഇങ്ങനെ ചോർന്നു പോകുമായിരുന്നു. ഇനി എപ്പോഴെങ്കിലും കുറേ ദൂരം പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് ഇരിക്കാനുള്ള ഒരു സംവിധാനം കിട്ടും. അങ്ങനെ പ്രതീക്ഷിച്ച് എൻ്റെ കൂടെയുള്ള ചേച്ചിമാർ പറഞ്ഞു, നീ ഭഗവാനെ വിളിക്കുന്നു. ഞാൻ ഭഗവാനേക്ക് 10 തവണ വിളിക്കും. പിന്നെ എൻ്റെ മനസ്സിൽ, ദൈവമേ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് ഉറങ്ങിയാൽ മതി. ഒന്ന് കണ്ണിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ണടഞ്ഞു പോകും. അങ്ങനെ അടഞ്ഞു പോകുമ്പോൾ ഈ വടി ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഇരിക്കുക, കണ്ണടച്ചിട്ട്. കാരണം അത്ര വയ്യാതെ, അത്ര ജീവിതത്തിൽ ഇത്രയും ക്ഷീണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് വിവരിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് മാനസികമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാം എന്തൊക്കെ ഈ സഹനങ്ങൾ ഉണ്ടോ അതെല്ലാം സഹിച്ചെങ്കിൽ മാത്രമേ, കഷ്ടപ്പാടുകൾ അങ്ങനെ ഇതെല്ലാം ഒന്ന് സഹിച്ച് ഇതെല്ലാം അതിജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങ് പോയിട്ട് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ആ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോയത്. അത്ര ഈസി അല്ല, ഭയങ്കരമായിട്ട് നമ്മൾ സഹിച്ച് വേണം അങ്ങനെ മുന്നോട്ട് പോകാൻ. എത്രയോ കേട്ടിട്ടുണ്ട് കേദാർ യാത്ര അങ്ങനെ അത്ര ഈസി അല്ല എന്നൊക്കെ നിറയെ കേട്ടിട്ടുണ്ട്. കേട്ടപ്പോഴും നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ ഓവർ കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെ വളരെ വീക്കായി പോയ ഒരവസ്ഥയാണ്. ഓരോ സ്റ്റെപ്പും നമ്മളിങ്ങനെ വെക്കുമ്പോൾ നെഞ്ചിനകത്ത് കല്ല് വെച്ചിട്ട് നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെ ഇങ്ങനെ അടഞ്ഞു പോകുന്ന ഒരവസ്ഥ വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും എനിക്ക് BP ബോർഡറിലാണ്. ഋഷികേശിൽ മെഡിക്കൽ ചെക്കപ്പ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടോക്കൺ കിട്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ BP 115/70 ആയിരുന്നു. അപ്പോഴും ഡോക്ടർ ചോദിച്ചാണ് പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ മെഡിസിൻ ഉണ്ട്, ഫുഡ് നന്നായി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വാചകം അടിച്ചിട്ട് കയറിയതാണ്.
അപ്പോൾ എൻ്റെ മൈൻഡിൽ എൻ്റെ BP ലോ ആയത് എനിക്ക് ഫുഡില്ലാത്തതുകൊണ്ട് ഇനിയും ഞാൻ ഡൗൺ ആയി പോകുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉള്ളതുകൊണ്ട് ഭഗവാനെ എന്ന് വിളിച്ചാലും ദൈവമേ ഞാൻ എവിടെയെങ്കിലും വീണു പോയാൽ നമ്മളെ കൊണ്ടുപോകാൻ വല്ലതും ഉണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ, വീണാ കിടക്കരുത്, നമ്മുടെ കയ്യിലുള്ള മരുന്നോ എന്തെങ്കിലും കഴിച്ച് വെള്ളം കുടിച്ച് കുറേ ഉറങ്ങി പിന്നെ എണീച്ച് നമ്മൾ വീണ്ടും പോകുകയാണെങ്കിലും വരികയാണെങ്കിലും എത്രയോ കിലോമീറ്ററുകൾ തന്നെത്താനെ നടന്ന് വരിക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോഴും ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ടെൻറ്റുകളിൽ 100 രൂപ കൊടുത്താൽ ഓക്സിജൻ കിട്ടും. അത് വാങ്ങി മാസ്ക് വെച്ചിട്ട് ഓക്സിജൻ കയ്യിൽ പിടിച്ച് നമുക്ക് നടക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ മല കയറുന്നതിന് മുൻപേ എല്ലാം മനസ്സിലാക്കി. പക്ഷെ ഈ സമയത്ത് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് ഓക്സിജൻ കുറയുന്നുണ്ട് എന്നുള്ള ചിന്ത മനസ്സിൽ വന്നില്ല. എൻ്റെ BP ലോയാണ്, അതുകൊണ്ട് ഞാൻ തളർന്നു വീഴുമോ എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ ഓരോ മണിക്കൂർ കൂടുമ്പോൾ നാരങ്ങ വെള്ളം, നിമ്പു പാനി വേണം പറഞ്ഞ് 20 രൂപയാണ്. അതിന് വേറെ മാതിരി ഒരു ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് തരുമ്പോൾ ഞാൻ 1/2 ഗ്ലാസ് കുടിക്കും, ബാക്കി വേണ്ടാന്ന് പറയും. അങ്ങനെ ഞാൻ കുറച്ച് നേരം നടക്കും. പിന്നെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, നെഞ്ചിൽ വല്ലാത്ത കനം എന്ന് പറയുമ്പോൾ വീണ്ടും നാരങ്ങ വെള്ളം വാങ്ങും, വീണ്ടും 1/2 ഗ്ലാസ് കുടിക്കും. അങ്ങനെയാണ് എൻ്റെ അത് ഞാൻ നടന്ന് നേരം വെളുപ്പിച്ചത്. നേരം വെളുത്ത ശേഷമാണ് നേരം വെളുത്തല്ലെങ്കിലും ഇനി നമുക്ക് രാത്രി ആയതുകൊണ്ട് ചുറ്റുപാടൊന്നും നമുക്ക് അറിയുന്നില്ല. അപ്പം നേരം വെളുത്തല്ലെങ്കിലും നമ്മൾ ആ ഒരു കേദാറിൻ്റെ പീക്ക് സ്റ്റേജിൽ നമ്മൾ അവിടെ എത്തും, ഭഗവാന്റെ അടുത്ത് നമ്മൾ എത്തും എന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരം വെളുത്തിട്ട് കണ്ട കാഴ്ച എന്താണെന്ന് പറഞ്ഞാൽ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഒരു സൈഡ് ഹിൽസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡ് നമ്മൾക്ക് അങ്ങ് ലോങ്ങ് വരത്തേക്കും കാണാൻ പറ്റുമായിരുന്നു. അപ്പോഴാണ് കാണുന്നത് അങ്ങ് ദൂരെ ഒരു മലൻ്റെ ഒരറ്റത്ത് ആകാശം മുട്ടേ കാണുന്നു നീല ഷീറ്റ് കൊണ്ടുള്ള ടെൻറ്റുകളും ഇതുപോലെ കുതിരകൾ പോകുന്ന വഴിയുമൊക്കെ ആയിട്ട് വളരെ ചെറുതായിട്ട് തലനാരിഴ പോലെ കാണുന്ന ഒരു വര പോലെ മലയെ ചുറ്റി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇത്രയും ആ അറ്റം പോയി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്തും, അത്രമാത്രം പോയാൽ മതി, ആ അറ്റത്ത് കാണുന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആശ്വസിക്കുമ്പോൾ അവിടെ ഞാനൊരു ബോർഡ് കണ്ടു, കേദാർനാഥ് 10 കിലോമീറ്റർ എന്നുള്ളത്. അതോടെ എൻ്റെ ഊർജം പോയി. ദൈവമേ 12 കിലോമീറ്റർ എന്ന് പറഞ്ഞെടുത്ത് ഞാൻ എത്രയോ കിലോമീറ്റർ നടന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. രാവിലെ 7 മണി 7:30 ആയി. അപ്പം നോക്കുമ്പോൾ കാണുന്നത് കേദാർനാഥ് ഇനി 10 കിലോമീറ്റർ നടക്കാനുണ്ട് എന്നുള്ളതാണ്. അത് കേൾക്കുമ്പം അങ്ങനെ മനസ്സ് ഡൗൺ ആകും. വേറെ നമ്മൾ ഭഗവാനെ വിളിക്കുന്നൊക്കെ പറയും. പക്ഷെ ആ സമയത്ത് ഞാൻ നമ്മൾ എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഇതെങ്ങനെ നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരാമെന്നൊക്കെ ചിന്തിക്കില്ലേ. ചില സമയത്ത് ദൈവമാണ് സത്യം, ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ബോർഡിലെല്ലാം പട്ടാളക്കാരുടെ അവരൊക്കെ ഇത്ര അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു, അങ്ങനെയൊക്കെ മനസ്സിൽ പിന്നെ കുറച്ച് ഞാൻ എൻ്റെ മനസ്സിൽ എങ്ങനെ ചിന്തിക്കും. നമ്മളിതെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ആശ്വസിക്കുക, ഓ ദൈവമേ ഞാൻ അത്രയും പോയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കില്ല. അതുപോലെ അങ്ങനെയൊക്കെ മനസ്സിനെ പലവിധ ചിന്ത. നമ്മളെല്ലായ്പ്പോഴും പറയുന്ന പോലെ ഒരാൾ നമ്മളെ ഉപദേശിച്ചാലോ അല്ലെങ്കിൽ അവർ നമുക്കൊരു വേറൊരു മാർഗം പറഞ്ഞാലോ ഒന്നും നമ്മുടെ ഇവിടേക്ക് കേൾക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലൊന്നും അപ്പം നമുക്ക് പോകില്ല. നമ്മുടെ മനസ്സ് ചിലപ്പോൾ കാട് കയറിയായിരിക്കും ചിന്തിക്കുക, അതിലൂടെ മാത്രമായിരിക്കും നമ്മൾ. കാരണം നമ്മുടെ മനസ്സും ചിലപ്പോൾ എല്ലാവരും പറയില്ലേ മനസ്സ് അതിവേഗം ചിന്തിക്കും, നമ്മുടെ ശരീരമാണ് പോവാത്തെന്നുള്ളത്. ഇപ്പം മനസ്സിൽ പോലും ചിന്തകൾ അങ്ങനെ വരുന്നില്ല. കാരണം ഇത്ര നേരം ചിന്തിച്ചതൊന്നുമല്ല നമ്മൾ വരുന്ന വഴികളും ഇനി പോകേണ്ട ഉള്ള വഴികളും. അപ്പം അതുകൊണ്ട് നമുക്ക് മനസ്സിലൊന്നും അങ്ങനെ വരില്ല. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുന്നത് ഇതൊക്കെ അതിജീവിച്ച് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെയായിരിക്കും ഇവരെങ്ങനെയായിരിക്കും. ഞാൻ അതുപോലെയൊക്കെ ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു കടയിൽ കയറി, കൂടെയുള്ള ചേച്ചി ഒരു നൂഡിൽസ് കഴിച്ചു. ഞാനൊരു ചപ്പാത്തിയാണ് പറഞ്ഞത്, കാരണം ഒന്നുമില്ലാതെ ഇനിയും നടക്കാൻ പറ്റും, നമ്മുടെ ഈ ബോഡി നമ്മളെ തന്നെ താങ്ങണ്ടേ. അപ്പോൾ ഒരു ചപ്പാത്തി പറഞ്ഞു. പക്ഷെ ചപ്പാത്തി പൊട്ടിച്ച് വായിൽ വെച്ചപ്പോഴാണ് അങ്ങനെ ഒരു വേറൊരു മാതിരി ചൊവ്വ, അതുപോലെ പിന്നെ ഛർദ്ദിക്കാൻ വരുന്ന പോലെ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു അവസ്ഥ. അങ്ങനെ മടക്കി ബാഗിൽ വെച്ചു. ഇനി എപ്പോഴെങ്കിലും കഴിക്കാൻ പറ്റിയ കഴിക്കാമെന്ന് പറഞ്ഞ് ബാഗിൽ വെച്ചിട്ട് വീണ്ടും ഒരു ബോട്ടിൽ വെള്ളം, 30 രൂപയൊക്കെയാണ് അവിടെ ഒരു ബോട്ടിൽ വെള്ളം. അപ്പോൾ ആ 30 രൂപ കൊടുത്ത് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി മാക്സിമം കുടിച്ച് കാലേക്ക് കുറച്ച് വെള്ളം ആകുമ്പോൾ അത് കളയും, ആർക്കും ആവും അതൊക്കെ എടുത്ത് നടക്കാം, പിന്നെ വേണമെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ നടന്നു. അതിന് മുൻപ് ഞങ്ങളിങ്ങനെ 30 രൂപ കൊടുത്ത് വെള്ളം വാങ്ങി പല്ല് തേക്കണമല്ലോ. ഉറങ്ങിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ പല്ല് തേക്കണമല്ലോ.
അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ രാവിലെ വെള്ളം വാങ്ങിയപ്പോൾ വെള്ളത്തിന് ബിസ്ലേരി വാട്ടർ പക്ഷെ അത് എന്താ പറയുക തണുപ്പുണ്ട്. അപ്പം നമുക്കിങ്ങനെ ബ്രഷ് ചെയ്യാനൊന്നും പറ്റില്ല. സോ ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഇറങ്ങുന്ന സമയത്ത് കുളിക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ ശനിയാഴ്ച രാവിലെ എത്തുമ്പോൾ പല്ല് തേക്കാൻ നോക്കുമ്പോൾ പല്ല് തേക്കാൻ നമ്മൾ ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. പല്ല് തേക്കാനോ ഈ ബ്രഷ് അത്രയും തണുപ്പ് നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് ഒരു ചൂടുവെള്ളം ഒന്നും കിട്ടില്ല. ബ്രഷ് ഉപയോഗിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്ത് ഇതുപോലെ എല്ലാവരും ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ ഒരു ഇച്ചിരി പേസ്റ്റൊക്കെ എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കി എങ്ങനെയെങ്കിലൊക്കെ വായ കഴുകണമല്ലോ. അപ്പോൾ അങ്ങനെ വായൊക്കെ കഴുകിയിട്ടാണ് പിന്നെ വെള്ളം കുടിച്ചതും ഒരു ഇത്തിരി ചായയും പിന്നെ കുളി നനയും കൈകാല മുഖം കഴുകലൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഭഗവാൻ അതെല്ലാം നമ്മൾക്ക് അറിയും. നമ്മൾ ഈ അവസ്ഥയിലൂടെയാണ് പോകുന്നുള്ളത്. ബാക്കിയെല്ലാം ഭഗവാനെ അറിയാം. എല്ലാം ഭഗവാന് വിട്ടുകൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കാൻ പറ്റിയില്ല. അതും വാങ്ങി ബാഗിൽ വെച്ചിട്ട് അതോ കാണുന്ന മലയിലാണ് ഇനി നമ്മൾ പോകേണ്ടതെന്ന് വിചാരിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും